യുഎഇയിൽ മാർച്ച് 24 പെയ്ത മഴയ്ക്ക് ശേഷമുണ്ടായ ഒരു ഫ്ലഡിൻ്റെ ചെറിയൊരു എഫക്റ്റാണ് നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ മുഹൈസിന ഭാഗം, സോനാപ്പാറിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഏകദേശമൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ വലിയൊരു വെള്ളക്കെട്ടിലേക്ക് പോയിട്ടില്ല എങ്കിൽ തന്നെയും ഇത് സ്ഥിരം വരുന്ന റൂട്ടല്ല. അപ്പോൾ നമ്മൾ അവിടെ ട്രാഫിക് ആണെങ്കിൽ ഈ വഴിക്കാണ് വരാറ്. ഇവിടെയാണ് കൂടുതൽ ലേബർ ക്യാമ്പും കാര്യങ്ങളൊക്കെ യുഎഇയിലുള്ളത് ഉണ്ടാവും. ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന ഭാഗത്ത് നന്നായിട്ട് വെള്ളമുണ്ട്. ശരിക്ക് ആ ട്രക്ക് പോകുന്നതിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാൻ പോകാറ്. പക്ഷേ നമ്മുടെ വണ്ടി ഹൈറ്റ് കുറവായതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് പിടിച്ചാണ് കയറിപ്പോയത്. എങ്കിൽ തന്നെയും ആ വാഹനത്തിൻ്റെ ചക്രത്തിന് താഴെ വരെ വെള്ളം നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വണ്ടിയിൽ വെള്ളം കയറില്ല എന്ന്. അങ്ങനെ പ്രൂവ് ചെയ്തിട്ടാണ് ഓരോ സ്ഥലങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മുടെ എൻജിനിൽ വെള്ളം കയറി വണ്ടി സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഒരു ലാൻഡ് ക്രൂയിസർ റൈറ്റ് സൈഡിൽ കൂടെ ഓഫ് റോഡായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റാഷിദിയ ഭാഗമാണ്. റാഷിദിയ ഭാഗത്തൂടെ വന്നപ്പോഴും അന്ന് അത്യാവശ്യം വെള്ളക്കെട്ടുണ്ടായിരുന്നു. കണ്ടോ, ട്രക്കുകളൊക്കെ നിന്ന് വലിയ ടാങ്കറുകളൊക്കെ നിന്ന് അവിടെ ഫുള്ള് വെള്ളം അടിച്ചു പറ്റുകയാണ്. അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഷാർജ റിംഗ് റോഡിലേക്ക് വന്നു കഴിയുമ്പോൾ മാനം തെളിഞ്ഞു. ആകാശമൊക്കെ വളരെ നല്ല ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു നല്ല ഭംഗി. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോഴും ചെറുതായിട്ട് വെള്ളക്കെട്ടുകൾ ലെഫ്റ്റ് സൈഡിൽ ആ കാറുകളൊക്കെ കിടക്കുന്നതിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ കാറുകൾ റാമ്പ് ഇറങ്ങി പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ നന്നായിട്ട് വെള്ളക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ വെതർമാനും എൻസിഎമ്മും പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഭയങ്കര മഴ പെയ്യിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മഴ എങ്ങനെയുണ്ട് നോക്കാം. ഇന്നത്തെ കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരിക്കലും മഴ പെയ്യില്ല എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിലും എൻസിഎം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അങ്ങനെ അൽനാദയിലെത്തിയ വൈകുന്നേരം ഒരു 4:30-5 മണി സമയം. അപ്പോൾ ഏകദേശം സൂര്യനൊക്കെ താഴാറായി. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ സ്റ്റേഷനിൽ എത്തി നിൽക്കുന്നു.